പരിഹാരം കണ്ടെത്തും. ആ പാപത്തിന്റെ ദൈവം ഓർക്കയില്ല. പ്രമാണകത്തിൽ കയറുമ്പോൾ കുറ്റബോധം പാപബോധം അവന് ഏറ്റു പറയുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടും. അത് പിന്നെ എന്റെ ദൈവം ഓർക്കുന്നില്ല. തിരിച്ചറിവർ കരമുയർത്തി സ്തോത്രം ചെയ്തു. പ്രമാണം അകത്തിരുന്ന പാപം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതൊക്കെ മാറ്റി വെച്ച് വേറെ പലതിലേക്ക് പോകുമ്പോൾ എന്ത് പാപം ചെയ്യാനും ഒരു കുറ്റബോധം ഉണ്ടാവില്ല, ഒരു പാപബോധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സ്തോത്രം. അതുകൊണ്ട് മാറ്റം വരണം. മാസയോഗത്തിൽ നാം വന്നത് ദൈവശബ്ദം കേട്ട നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ, രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ, ആത്മനിറവ്, പുതിയൊരാത്മ ചൈതന്യം പ്രാപിച്ച് മടങ്ങാൻ അതിനുവേണ്ടി കാത്തിരുന്ന് ഉറക്കം മാറ്റിവെച്ച ദൈവത്തിന് ദൈവശബ്ദം ഏറ്റെടുത്തു വന്നത്. അതുകൊണ്ട് പ്രമാണമകത്ത് കയറണം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഈ നിയമം എന്തോ നിയമമോ വായിച്ചു. അതെ, യെരമ്യാവിന്റെ പ്രവചനം 31:31. ഇരമ്യ 31:31. തീത്തോസ് 1:1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അന്ന് ആടിനെ അറുക്കണം, അന്ന് യാഗം കഴിക്കണം. ആ നിയമം പോലെയല്ല. മറ്റൊരു നിയമം ഞാൻ അവർക്ക് കൊടുക്കുന്നു. അതാരാണ്? നിത്യജീവന്റെ നാഥാവായ നിത്യനായ കർത്താവ് അവരിൽ കൂടെ വെളിപ്പെടുന്ന പുതിയൊരു നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം മാറ്റിക്കളയാനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം മാറ്റുന്നില്ല. പഴയ നിയമത്തിന് ചില ചട്ടങ്ങൾ, വിധികൾ. അതാണ് 10-ാം അധ്യായം ആരംഭിക്കുന്നത്. യാഗങ്ങൾ, വഴിപാടുകൾ, പരിച്ഛേദന ആദിയായി പലതും മാറ്റിക്കൊണ്ട് വിശ്വാസത്തുള്ള പാപക്ഷമയ്ക്ക് സർവശക്തൻ സ്വന്തം പുത്രന് കാൽവരി യാഗമാക്കിയിട്ട് പറഞ്ഞു, നോക്കി വിശ്വസിക്കുക, ഏറ്റുപറ. അവിടെയാണ് പാപങ്ങൾക്ക് പരിഹാരം. അത് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.